കണ്ടല്ലോ, ഇനി വെറും അരമണിക്കൂർ സമയം തരുന്നു നിനക്ക്. അതിനുള്ളിൽ നിന്റെ ഭാര്യ ഇലഞ്ഞിക്കരയിലേക്കുള്ള ട്രാൻസ്ഫർ സ്വീകരിച്ചിരിക്കണം. അമ്മേ, അതെങ്ങനെ? ഞാനൊന്ന് പറയട്ടെ. ഒരക്ഷരം ശബ്ദിച്ചു പോകരുത്. അരമണിക്കൂർ സമയമുണ്ട് നിനക്ക് തീരുമാനിക്കാനും പ്രവർത്തിക്കാനും. ഇതുപോലൊരു കാര്യത്തിൽ തീരുമാനമെടുക്കാൻ അത്രയും സമയം തന്നെ ധാരാളം. എനിക്കെതിരാണ് നിന്റെ തീരുമാനമെങ്കിൽ കത്തിക്കരിഞ്ഞ് ഈ പേപ്പറിന്റെ സ്ഥാനത്ത് നിനക്ക് അമ്മയെ കാണേണ്ടി വരും. ഞാൻ ഈ ആസിഡ് മുഴുവൻ സന്തോഷത്തോടെ കുടിക്കും. ദേവമംഗലത്തെ ഗായത്രി ദേവിയുടെ ജന്മം ഈ കടലാസ് കണക്കെ ഉരുകി എരിഞ്ഞു തീരുന്നത് നിനക്ക് കാണാം. അമ്മ എന്തൊക്കെയായി പറയുന്നത്? ആസിഡ് കുടിക്കേ? അമ്മേ, നിർത്ത്. അനുവദിച്ചു തന്ന സമയത്തിനുള്ളിൽ നീ എടുക്കുന്ന ഒരു തീരുമാനത്തെ ആശ്രയിച്ചാണ് അമ്മയുടെ ആയുസ് തീരുമാനിക്കപ്പെടുന്നത്. അതുകൊണ്ട് വാക്കുകൾക്ക് വേണ്ടി നിന്ന് വിയർക്കാതെ ചെന്ന് അവളെ കൊണ്ട് സമ്മതിപ്പിക്കേ. അപ്പൊ ഞാൻ ഈ വാതിൽ തുറക്കാം. ശശി, പറഞ്ഞാൽ പറഞ്ഞതുപോലെ പ്രവർത്തിക്കുന്നവളാണ് നിന്റെ അമ്മയെന്ന് മറക്കരുത്. നീ ഈ ട്രാൻസ്ഫർ സ്വീകരിക്കുന്നു. അതായത് പുതിയ സ്ഥലത്തേക്ക്, പുതിയ സ്ഥാനത്തേക്ക് പോകുന്നു. ഒരു നിമിഷം. തീരുമാനം നിങ്ങളുടേതോ അതോ അമ്മയുടേതോ? സംശയിക്കണ്ട, അമ്മയുടെ തന്നെ. അത് നമ്മൾ അനുസരിക്കുന്നു. അപ്പോ അനുസരിക്കുന്നവരുടെ ലിസ്റ്റിൽ നിന്നും എന്നെ ഒഴിവാക്കിയേക്ക്. ഞാൻ ഈ ട്രാൻസ്ഫർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. എന്നുവെച്ചാൽ ഇന്നലെ രാത്രി വരെ എന്റെ ഭർത്താവിന്റെ തീരുമാനം എന്തായിരുന്നു അതനുസരിച്ച് പ്രവർത്തിക്കുന്നു. നോക്ക്, വെറുതെ എതിർക്കാൻ നിൽക്കണ്ട. രാത്രിയിൽ പറഞ്ഞ തീരുമാനം ഞാൻ ഇന്ന് രാവിലെ മാറ്റി. ശശിയേട്ടാ, നിങ്ങളൊക്കെ അമ്മയെ അനുസരിച്ചോളൂ, സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തോളൂ. പക്ഷെ ഇന്ന് അതിനൊരു പരിധി വേണം. ഇന്ന് ശശിയേട്ടനൊരു ഭർത്താവാണ്, അച്ഛനാണ്, കുടുംബസ്ഥനാണ്. അപ്പൊ പണ്ടത്തെ പോലെ അമ്മയെ മാത്രം അനുസരിച്ച് ജീവിക്കാൻ പറ്റില്ല. നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന കാര്യങ്ങളിൽ തീരുമാനം എടുക്കേണ്ടത് അമ്മയല്ല, നമ്മളാണ്. അതുകൊണ്ട് ഇന്ന് ഈ സബ്ജക്ട്, ഈ ട്രാൻസ്ഫർ വിഷയം ഇവിടെ വെച്ച് എന്നേക്കുമായി അവസാനിപ്പിക്കുന്നു. ഇത് അമ്മയുടേതുപോലെ എന്റെ വാശിയല്ല, ഒരാവശ്യമാ. ഇല്ലെങ്കിൽ ഈ വീട്ടിൽ നഷ്ടപ്പെടാൻ പോകുന്നത് എന്തൊക്കെയാണെന്നറിയോ? നമ്മുടെയൊക്കെ ജീവിതവും നമ്മുടെയൊക്കെ ബന്ധങ്ങളും. അത് വേണോ? വേണ്ട. ശശിയേട്ടാ, ഇതൊക്കെ നശിക്കാൻ പോകുന്നത് നിങ്ങളുടെ അമ്മ ഒരുത്തി കാരണോ? അവരറിഞ്ഞോണ്ട് ഇതൊരു ഭ്രാന്തന്മാരുടെയും ഭ്രാന്തികളുടെയും വീടാക്കിക്കൊണ്ടിരിക്കുക. ക്ഷമ നശിക്കുന്നു അല്ലേ? ഈ വീട്ടിൽ മറ്റുള്ളവർക്കും ക്ഷമയെന്നൊരു സാധനം ഉണ്ടെന്നും അത് ചിലപ്പോ നശിക്കുമെന്നും നിങ്ങൾ അമ്മയ്ക്കും മോനും അറിയില്ല. ശശിയേട്ടാ, ഞാനൊരു സത്യം പറയട്ടെ. ഈ വീട്ടിൽ നിങ്ങളുടെ അമ്മയ്ക്കാ ഭ്രാന്ത്. അന്ധവിശ്വാസം അഹങ്കാരം കൊണ്ടുണ്ടായ മുഴു ഭ്രാന്ത്. ഇന്ന് രാവിലെ ഒരു മൃഗവും. നിർത്താനല്ലേ പറഞ്ഞു? പറ്റിയ നിനക്ക്? ഒന്നുമില്ല. ഇതെങ്ങനെ പറ്റിയെന്നാ ചോദിച്ചേ? ഒന്നുമില്ല ഉഷേച്ചി, ഒന്നുമില്ല. എനിക്ക്
ശശി ഒന്നും പറയില്ല ഉഷേച്ചി, പ്ലീസ്. ഞാനല്ലേ പറയുന്നത്. വാ പതുക്കെ. ശാപം കിട്ടിയ വീടാ മോളെ ഇത്. ഈശ്വരൻ വിചാരിച്ച പോലും ഈ വീടിനെ രക്ഷിക്കാനാവില്ല. പിന്നെന്തിനാ വെറുതെ നീ എന്നെ ഉപദേശിക്കുന്ന ആളല്ലായിരുന്നോ? എന്നിട്ടും നല്ല വേദന ഉണ്ടല്ലേ? ഉഷേച്ചി, കുറച്ചു നേരം ഞാൻ തനിച്ചിരുന്നോട്ടെ, മനസ്സൊന്ന് ശാന്തമാവട്ടെ. നിക്ക്. എന്താ നീ കാണിച്ചത്? നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? അതെ, ഭ്രാന്തായിരിക്കേ. എല്ലാരും കൂടി എന്നെ ഭ്രാന്ത് പിടിപ്പിച്ചു. അമ്മയും ഭാര്യയും സഹോദരങ്ങളും ബന്ധുക്കളും എല്ലാം ചുറ്റും നിന്ന് അലറി വിളിക്കല്ലേ. എണ്ണിയാലൊടുങ്ങാത്ത കുറ്റങ്ങളാണല്ലോ എന്റെ പേരിലുള്ളത്. എല്ലാറ്റിനും ചേർത്തൊരു മറുപടി കൊടുത്തതാ ഞാനിപ്പോ. കൊള്ളാം, നന്നായിട്ടുണ്ട് പ്രകടനം. കണ്ണി ചോരയില്ലാതെ തല്ലി ചതയ്ക്കാൻ എന്ത് തെറ്റാടാ പാവം ചെയ്തത്? പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനും ഒരു പരിധിയുണ്ട്. അത് വിട്ടാ തല്ലിയതാ ഞാൻ. അല്ല, ദേ ഈ കൈമുറുക്കി ശരിക്കും ഇടിച്ചു തന്നെയാ, സഹിച്ച് മടുത്തിട്ട്. പ്രമോഷൻ കിട്ടിയ നെകളിപ്പില് നിലപറന്ന് സംസാരിക്കാൻ വന്നിരിക്കുന്നു. ഉദ്യോഗ രണ്ടാമത്. ഈ വീട്ടില് എന്റെ ചെലവില് എന്നെ അനുസരിച്ച് കഴിയുന്ന ഭാര്യയാവട്ടെ ആദ്യം, എന്നിട്ട് മതി പ്രമോഷനും വരണമൊക്കെ. ഭാര്യയെ ശാസിക്കാനും നിലയ്ക്ക് നിർത്താനൊക്കെ നിനക്ക് അവകാശമുണ്ട്. പക്ഷെ എല്ലാത്തിനും ഒരു പരിധി വേണം. ഇത് പാടില്ലായിരുന്നു. എന്ത് പരിധി? ഇതിനൊന്നും പരിധി നിശ്ചയിച്ചിട്ട് കാര്യമില്ല. ഇറക്കി വിടാ വേണ്ടത്. എവിടെയെങ്കിലും പോയി തൊലയട്ടെ. എന്ത് മര്യാദകേടാണ് നീ വിളിച്ചു പറയുന്നത്? ഒരു ദാക്ഷിണ്യമില്ലാതെ ഇറക്കി വിടുമെന്ന് പറഞ്ഞ പെണ്ണില്ലേ, അവളെ ഈ വീട്ടിൽ കൊണ്ടുവരാൻ നീ എടുത്ത റിസ്ക് അതത്ര പെട്ടെന്ന് മറക്കാൻ പറ്റുമോ നിനക്ക്? വേണ്ട, സ്വയം താഴ്ന്നു പോവാ നീ ഇപ്പോ. ഇതെല്ലാം കണ്ടു നിൽക്കുന്നവർ വേണ്ടപ്പെട്ടവരായതുകൊണ്ട് അവരോട് നീ ഇതിന് മറുപടി വരേണ്ടി വരും. ഓർത്തോ? ശരിക്കും ആലോചിച്ചിട്ട് തന്നെയാണോ നീ ഈ തീരുമാനം എടുത്തത്? പോവാതെ പറ്റില്ല ചേച്ചി. എന്റെ ഭർത്താവ് പോലും ഈ അകൽച്ച ആഗ്രഹിച്ചു തുടങ്ങി. പോണോ എനിക്ക്, എന്റെ മോളെയും കൂട്ടി. അതിന്റെ അടയാളമായത്. പക്ഷേ അവിടുന്ന് മാറി നിന്ന ആ തള്ള വിചാരിച്ചതുപോലൊക്കെ നടക്കില്ലേ ശ്യാമേ? അങ്ങനെ സംഭവിക്കാനാണ് വിധിയെങ്കിൽ പിന്നെ എന്ത് മുൻകരുതലെടുത്തിട്ടും കാര്യമില്ലല്ലോ. എല്ലാ
എല്ലാം നേരിടാനുള്ള ധൈര്യം മനസ്സിനിപ്പോ തോന്നി തുടങ്ങിയിരിക്കുന്നു. ഇനി അങ്ങോട്ടുള്ള വഴിയിൽ ശ്യാമയും കുഞ്ഞും തനിച്ചാവും. എന്നാലും സാരമില്ല, ജീവിക്കാനും സ്നേഹിക്കാനും ഒക്കെ എനിക്കൊരാളുണ്ടല്ലോ. ഇപ്പൊ എന്ത് വേണമെന്നറിയാതെ പകച്ചു നിൽക്കുക തന്നെ ചെയ്യാൻ വല്ലാതെ ഒറ്റപ്പെട്ടു എന്ന് തോന്നിയപ്പോഴും ഞാൻ ഓടി ഇങ്ങോട്ട് വന്നത്. ഒന്നും ഓർത്ത് വിഷമിക്കരുത്, ധൈര്യമായിട്ടിരിക്കണം. ജോസഫ് വരുമ്പോ ഞാൻ ഈ കാര്യങ്ങൾ സംസാരിക്കാം. സംസാരിക്കണം. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ശ്യാമേ, വീട്ടില് വിവരം അറിയിച്ചോ? അറിയിക്കണം. ഇങ്ങനെ ചെന്ന് കയറേണ്ടി വരുമല്ലോ എന്ന് ഓർക്കുമ്പോഴും. പോട്ടെ. ഹലോ സർ, ഞാൻ ശ്യാമയാണ്. പറയൂ ശ്യാമേ, എന്താ പ്രത്യേകിച്ച്? അത് ചില പ്രശ്നങ്ങളുണ്ട്. എനിക്ക് സാറിനെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം. എന്താ ശ്യാമേ, എന്തെങ്കിലും പുതിയ ഇഷ്യൂ? അതൊക്കെ നേരിട്ട് പറയാം സർ. എത്രയും പെട്ടെന്ന് നമുക്ക് തമ്മിൽ കണ്ടേ തീരൂ. പെട്ടെന്നൊരു അപ്പോയിൻമെന്റ് എന്ന് പറയുമ്പോൾ അത്രയ്ക്ക് സീരിയസ് ആയിട്ട് എന്തെങ്കിലും? സർ പ്ലീസ്, എല്ലാം ഞാൻ നേരിട്ട് പറയാം. ഓക്കെ, നമുക്ക് എവിടെ വെച്ച് മീറ്റ് ചെയ്യാൻ പറ്റും? സാറിന് സേഫ് എന്ന് തോന്നുന്നൊരു സ്ഥലം. അതിപ്പോ ഡു വൺ തിങ്. ബീച്ച് റോഡിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു റിസോർട്ടുണ്ട്, സീ പാലസ്. വൈകിട്ട് അവിടെ വെച്ച് നമുക്ക് കാണാം. സർ, ഒരു റിക്വസ്റ്റ് ഉണ്ട്. വരുമ്പോ കണ്ണനെ കൂടി ഒന്ന് കൊണ്ടുവരൂ. എനിക്ക് അവനെ ഒന്ന് കാണാൻ കൊതിയായി. അത് നോക്കട്ടെ. ജ്യോതി അവോയ്ഡ് ചെയ്ത് മോനെ തനിച്ച് പുറത്തേക്ക് കൊണ്ടുവരാന്ന് പറഞ്ഞാ എങ്ങനെയെങ്കിലും കൊണ്ടുവരണം സർ, പ്ലീസ്. ഞാൻ വരുന്നത് അമ്മുനെയും കൊണ്ടായിരിക്കും. സാറിനും കാണാലോ. ഓക്കെ, എഗ്രീഡ്. അപ്പോൾ വൈകിട്ട് നേരിൽ കാണാം. ശ്യാമയുടെ തീരുമാനം അല്പം ധൃതി പിടിച്ചതായില്ലെന്നാ എൻ്റെ സംശയം. ഐ മീൻ, പെട്ടെന്നുണ്ടായ ഇമോഷനിൽ മുൻപിൻ നോക്കാതെയുള്ളൊരു ഡിസിഷൻ. ആവേശം കാണിച്ചതല്ല സർ. ഒരുപാട് ആലോചിച്ച് തന്നെയാ ഞാൻ ഈ തീരുമാനത്തിലെത്തിയത്. പിടിച്ചു നിൽക്കാൻ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചു നോക്കി. പക്ഷെ തോറ്റുപോയി. ഇനിയും ആ വീട്ടിൽ നിന്ന് ഒട്ടും പ്രതീക്ഷിക്കാത്തത് പലതും എനിക്ക് നേരിടേണ്ടി വരും. അത് കണ്ടിട്ടാ ഞാൻ ഈ മാറ്റത്തിന് തയ്യാറാവുന്നത്. ആ വീടിൻ്റെയും ഗായത്രി ദേവിയുടെയും ഒരു ഏകദേശ രൂപം അവിടെ വന്ന ദിവസം തന്നെ എനിക്ക് മനസ്സിലായി. ഇത്രയും ഭയങ്കരമായൊരവസ്ഥയിൽ ശ്യാമയ്ക്ക് എങ്ങനെ അവിടെ കണ്ടിന്യൂ ചെയ്യാൻ കഴിയുന്നു എന്ന് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ശരിക്കും ഒരു ഞാണിന്മേൽ കളി. അതല്ലേ അവിടുത്തെ ജീവിതം. ആ കളി ഇനിയും തുടരുന്നത് അപകടമാണെന്ന് തോന്നിയതുകൊണ്ട് ഒരു മാറ്റത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചത്. എല്ലാം കൊണ്ടും ഇതാണ് പറ്റിയ സന്ദർഭം തോന്നി. പുതിയൊരു സ്ഥലം, അതും മോളുമായി തനിച്ച്. ശ്യാമ ഉദ്ദേശിക്കുന്നതിൽ കൂടുതൽ റിസ്ക് ആയിരിക്കും. സാരമില്ല സർ, എന്തും ഫേസ് ചെയ്യാന്നുള്ള ധൈര്യമുണ്ട് എനിക്ക്. പിന്നെ എൻ്റെ മുകളിൽ നന്മ ആഗ്രഹിക്കുന്നവരുടെ പ്രാർത്ഥന പിടിച്ചു നിൽക്കാൻ അത് തന്നെ ധാരാളം. ഈശ്വരൻ കൈയൊഴിയില്ല എന്നൊരു വിശ്വാസം കൂട്ടിനുള്ളിടത്തോളം വേറെന്ത് പേടിക്കാൻ. തുറന്നു ചോദിക്കുന്നുണ്ടൊന്നും വിചാരിക്കരുത്. എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും സഹായം? തൽക്കാലം ഒന്നും വേണ്ട സർ. വിളിച്ചു പറഞ്ഞപ്പോൾ മോനെ കൊണ്ടുവന്ന് കാണിച്ചില്ലേ. എനിക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ സഹായവും അതുതന്നെയാവും. പുതിയ സ്ഥലത്ത് താമസമൊക്കെ? ഒന്നും കൃത്യമായി പ്ലാൻ ചെയ്തിട്ടില്ല. സഹായിക്കാൻ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീയും ഭർത്താവും ഉണ്ട്.
റിലീവിംഗ് ഓർഡർ വന്നാലുടൻ അങ്ങോട്ട് മാറണമെന്നാ പ്ലാൻ. പുതിയ സ്ഥലമല്ലേ, നേരത്തെ ആയാൽ എനിക്കും മോൾക്കും ആ ചുറ്റുപാടുമായിട്ടൊന്ന് പൊരുത്തപ്പെടാമല്ലോ. ദെൻ എല്ലാം ഉറപ്പിച്ച സ്ഥിതിക്ക് ഞാനിനി എന്തു പറയാൻ? പിന്നെ എപ്പോഴെങ്കിലും ഒരു സഹായം വേണം തോന്നിയാൽ എന്നെ വിളിക്കാൻ മടിക്കരുത്. അല്ല, അതിപ്പോൾ ശ്യാമ വിളിച്ചില്ലെങ്കിലും ഇടയ്ക്കാൻ വരും. അമ്മൂനെ കാണാതിരിക്കാൻ എനിക്കും കഴിയാതായിട്ടുണ്ട്. വൈഫിനോട് എന്തു പറഞ്ഞിട്ടാ മോനെ കൊണ്ടുവന്നത്? പെട്ടെന്ന് തോന്നിയ എന്തോ ഒരു കള്ളം. ഭാഗ്യത്തിന് ജ്യോതിയിൽ നിന്നും കൂടുതൽ ചോദ്യം ചെയ്യലൊന്നും ഉണ്ടായില്ല. തിരിച്ചു ചെല്ലുമ്പോഴത്തെ അവസ്ഥ ഇനി എങ്ങനെയാണാവോ? മണിക്കതിർ